ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിതാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. നമ്മൾ ദൈവമായ കർത്താവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ മഹത്വം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം ലഭിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മുകളിൽ ഒരു വിതാനവും കൂടാരവുമായി കർത്താവിൻ്റെ മഹത്വം നിലകൊള്ളും. മഴയത്ത് നമ്മൾ കുട ചൂടുമ്പോൾ ആ കുടയുടെ വിസ്താരത്തിനനുസരിച്ച് നിങ്ങൾ മഴ നനയാതെ നിൽക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിനെല്ലാം മുകളിൽ കർത്താവിൻ്റെ മഹത്വം ഒരു വിതാനവും കൂടാരവുമായി നിലകൊള്ളും. കർത്താവ് നിനക്കുള്ള സകലതിനെയും സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. നീ പകല് അതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ നിനക്ക് ദൈവമായ കർത്താവ് തണൽ നൽകും. ഏത് കൊടുങ്കാറ്റ് വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നിൻ്റെ മുന്നിൽ വന്നാലും, എത്ര വലിയ മഴ പെയ്താലും, നിൻ്റെ ജീവിതം ഇപ്പം തകർന്നു പോകുമെന്ന് പറഞ്ഞാലും അത് നിനക്ക് അഭയമായി തീരും. ഇതാണ് ദൈവമഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. നിൻ്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുന്ന കൊടുങ്കാറ്റും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ നീ സുരക്ഷിതനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാക്കുക കർത്താവിൻ്റെ മഹത്വം നിൻ്റെ കൂടെയുണ്ടെന്ന്. ലോകം മുഴുവൻ നിന്നെ കല്ലെറിയുമ്പോഴും ഒരു കല്ല് പോലും നിൻ്റെ ദേഹത്ത് വീഴാതെ നീ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക കർത്താവിൻ്റെ മഹത്വം നിൻ്റെ കൂടെയുണ്ട്. ഈ തിരുവചനം ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവമഹത്വം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ സർവശക്തനായ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.